എല്ലാവർക്കും എ ഗ്രേറ്റ് ആൻഡ് ഹാപ്പി മോർണിംഗ്. തംജു കുറച്ച് നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഇന്നലെ റൂമി നൈറ്റിൽ കണ്ടിട്ടുള്ള ചില ഫേസുകളെയും ഇത്ര നേരത്തെ തന്നെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വലിയ സന്തോഷം നിങ്ങളുടെ ഡെഡിക്കേഷന്. ഏകദേശം ഒരു വളരെ 9:30, 10, 11 ഒക്കെ ആകുമ്പോൾ പലരും വെന്യൂന്ന് ലീവ് ചെയ്ത്, എന്നിട്ടും ഈ ഏർലി മോർണിംഗ് തന്നെ വന്ന് മെഡിറ്റേഷനൊക്കെ എടുത്തിരിക്കുന്നത് കാണുമ്പം വളരെ സന്തോഷമുണ്ട്. സോ എഗെയിൻ നമ്മൾ ഗൈഡഡ് ടോക്കിൽ എത്തിയിരിക്കുന്നു. ലാസ്റ്റ് വീക്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവിയുടെ റാൻഡമായിട്ടുള്ള കുറച്ച് ലൈൻസ് എടുത്ത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോയത്. ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് എനിക്ക് സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ യാത്രയിലായതുകൊണ്ട്. പക്ഷെ ആ കുറഞ്ഞ സമയം കൊണ്ടുള്ള ഡിസ്കഷൻ തന്നെ പലർക്കും വലിയ ഡെപ്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നും അത് വല്ലാണ്ട് സ്പർശിച്ചു എന്നൊക്കെ പേഴ്സണൽ മെസ്സേജസ് നിന്നും നിങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുള്ള ഓഡിയോസ് എന്നൊക്കെ കേൾക്കാൻ പറ്റി. വളരെയധികം സന്തോഷം. ഇന്ന് ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് തെംജു സംസാരിക്കുന്നതാണ്. അപ്പം ടോപ്പിക്ക് ഒന്നെങ്കിൽ മുന്നേ ഉള്ള ഹോസ്റ്റിൻ്റെ സംസാരത്തിൽ നിന്ന് വീണ് കിട്ടും, അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരിക്കുമ്പം ഏതെങ്കിലും റാൻഡമായിട്ടൊരു പുസ്തകം കാണുമ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു തെംജു സംസാരിച്ചതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ് കോൺടെംപ്ലേഷൻ എന്ന് പറഞ്ഞത്, മനനം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യം. എനിക്ക് തോന്നുന്നു അതിൽ തന്നെ പോവാം എന്നുള്ളതാണ്. ഒരുപാട് വായനകൾക്കപ്പുറത്തേക്ക് ഒന്നിനെ തന്നെ പലതായി വായിക്കൽ സാധ്യമാക്കുന്ന ഒരിടമാണ് കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക, ഒരു വിഷയത്തിൻ്റെ ആത്മാവ് കണ്ടെത്തുന്നത് വരെ ഒരു അറിവിൻ്റെ, ഒരു വാക്കിൻ്റെ, ഒരു അക്ഷരത്തിൻ്റെ, ഒരു ശബ്ദത്തിൻ്റെ, ഒരു വരയുടെ, ഒരു വർണ്ണത്തിൻ്റെ ഒക്കെ ഉള്ളിലെ ആത്മാവ് സ്പർശിക്കുവോളം നമ്മൾ അതിനോടൊപ്പം ഓരം പറ്റി ഇരിക്കുന്ന ഒരു ധ്യാനാവസ്ഥക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടംപ്ലേഷൻ എന്ന് പറയാം. അപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് പിറകെ പോകുന്നതിനപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിൽ ഒളിപ്പിച്ച് വെച്ചതുപോലെ, ഇപ്പം എല്ലാവർക്കും അറിയാം, ഒരു മരത്തിൻ്റെ എല്ലാ അവസ്ഥകളും, അത് നേരിടാൻ പോകുന്ന എല്ലാ കാലാവസ്ഥയുടെ അവസ്ഥകളും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ചില്ലയും അതിൻ്റെ ഉള്ളിലെ ഇലകളും, ആ ഇലകൾക്കുള്ളിലെ എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ടോ അതും, അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കായ്ക്കനികളും ഒക്കെ തന്നെ ഒരു വിത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്കറിയാം. വിത്ത് കാണുമ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി ഇന്നല്ലെങ്കിൽ നാളെ ആ വിത്തിൽ നിന്നും ഇതൊക്കെ പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അപ്പം ആ വിത്ത് മരമായി മാറിയതിന് ശേഷം ആ മരത്തെ പഠിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് മരത്തിലെ കൊമ്പിനെ പിടിക്കാം, അല്ലെങ്കിൽ ഇലയെ പിടിക്കാം, ഫലത്തെ പിടിക്കാം, എന്തിനെ വേണമെങ്കിൽ ആ മരം വളർന്നു വന്ന മണ്ണിനെ പിടിക്കാം, മരം വളർന്നു വന്ന കാലാവസ്ഥയെ പിടിക്കാം. ഇതിനൊക്കെ പിടിച്ചുകൊണ്ട് നമുക്കതിനെ പഠിക്കാം. അപ്പോൾ ആ വിത്തിലേക്ക് എത്താനുള്ള, ആ പൂർണ്ണമായ മരത്തിലേക്ക് എത്താനുള്ള വ്യത്യസ്തമായിട്ടുള്ള വാതിലുകളാണ്, ജാലകങ്ങളാണ്, വഴികളാണ് ആ മരത്തിൻ്റെ ഓരോ ഇതളുകളും, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ അവയവങ്ങളും, അതിൻ്റെ പരിസരവും എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടത് മരത്തെയാണ്. അപ്പോൾ ഈ മരത്തെ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ആക്ച്വലി അതിൻ്റെ വിത്തിനെ കിട്ടണം എന്നുള്ള. അപ്പം എന്തൊക്കെ പറഞ്ഞാലും മരം പൂർണ്ണമായിട്ട് നമ്മൾ സ്പർശിക്കുന്നതും മരം പൂർണ്ണമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതും അതിൻ്റെ വിത്തിൻ്റെ ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു വിത്തായിരുന്നു, നമ്മളൊരു ബീജത്തുള്ളിയായിരുന്നു. അതിലുണ്ടായിരുന്നു നമ്മുടെ കൈയും കാലും കണ്ണും അല്ലേ, എല്ലാം അതിലുണ്ടായിരുന്നു. നമ്മളെ മനസ്സും അതിൻ്റെ ഭാവങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ നഖത്തെ പറ്റി പഠിക്കുന്നതിലൂടെ, നമ്മുടെ കണ്ണിനെ അറിയുന്നതിലൂടെ, നമ്മുടെ കാതിനെ അറിയുന്നതിലൂടെ, കേവലം കണ്ണിൻ്റെ പ്രവർത്തനം പഠിക്കാതെ, കാതിൻ്റെ പ്രവർത്തനം പഠിക്കാതെ, കാതിൻ്റെ പ്രവർത്തനം അറിയുന്നതിലൂടെ കാതിൻ്റെ കാതലായിട്ടുള്ള നമ്മുടെ ആത്മാവിനെയും നമ്മളുടെ ആദ്യ കോശത്തെയും ഒക്കെ അറിയാൻ പറ്റുമ്പോഴാണ് നമ്മൾ കണ്ണിലൂടെ നമ്മുടെ ആത്മാവിനെ സ്പർശിച്ചു, കാതിനെ അറിയുന്നതിലൂടെ നമ്മുടെ ആത്മാവിനെ സ്പർശിച്ചു എന്ന് പറയാൻ പറ്റാം. അപ്പം കണ്ണിനെ പറ്റി ചിന്തിച്ച് കണ്ണിനോടൊപ്പം ഇരുന്ന് കണ്ണ് നമ്മൾക്കുള്ളിലെ ആത്മാവെന്ന സത്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് കണ്ണിലൂടെ നമ്മൾ ആത്മാവിനെ ദർശിച്ചത്. കണ്ണ് ആത്മാവിൻ്റെ പ്രതിഫലനമാണെന്ന് ചിലർ പറയാറുണ്ട്. ചിലർ കണ്ണിലേക്ക് നോക്കുമ്പം ആ ആത്മാവ് പ്രതിഫലിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. കാത് എപ്പോഴാണ് നമ്മൾ ആത്മാവിലേക്ക് കൊണ്ടുപോകുന്നത്? ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരത്തെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, പക്ഷെ കേൾക്കുന്നത് എൻ്റെ ഉള്ളിലെ കേൾവി ശക്തി എന്നും ആ ശക്തിക്ക് പിറകിൽ പ്രവർത്തിക്കുന്നത് എന്ത് എന്നും അറിയുന്ന രൂപേണ നമ്മൾ ഒരാളെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് കാതിലൂടെ കേട്ടതിലൂടെ നമ്മൾ കാത് കേൾപ്പിച്ചതും കണ്ണ് കാണിച്ചു തന്നതും കേൾവികൾക്കപ്പുറത്തുള്ള, കാഴ്ചകൾക്കപ്പുറത്തുള്ള ഒരു സത്യത്തെയായിരുന്നു. കണ്ടതൊരു മിഥ്യയായ കാര്യവും ആ മിഥ്യാകാര്യത്തിന് ഉള്ളിൽ ഒരു സത്യമായിട്ടുള്ള സത്തയുണ്ട് എന്ന ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു അവസരമുണ്ട്, ഒരു തലമുണ്ട്.
അപ്പോൾ ഇങ്ങനെയാണ് കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിലൂടെയാണെങ്കിലും കാതിലൂടെയാണെങ്കിലും നഖത്തിലൂടെയാണെങ്കിലും ചലനത്തിലൂടെയാണെങ്കിലും ശ്വാസത്തിലൂടെയാണെങ്കിലും എന്തിലൂടെയാണെങ്കിലും ആ എന്താണോ നമുക്ക് പിടിക്കാൻ കിട്ടിയത് ആ പിടിക്കാൻ കിട്ടിയ കൊമ്പിലൂടെ അതിൻ്റെ കാതലിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രയാണമാണ് കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാം ഒന്നാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എല്ലാം ഒന്നിലേക്കാണ് എന്നും പറയാറുണ്ട്. എല്ലാം ഒന്നിൽ നിന്നുമാണ് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി കണ്ടംപ്ലേഷൻ? ഇംഗ്ലീഷ് പഠിച്ചവനും സംഗീതം പഠിച്ചവനും വരയ്ക്കാൻ പഠിച്ചവരും എഴുതാൻ പഠിച്ചവനും ഒക്കെ തന്നെ അവന് അറിയുന്ന വഴിയിലൂടെ അതിൽ ധ്യാനിച്ച് അതിൽ കണ്ടംപ്ലേറ്റ് ചെയ്ത് എല്ലാവരും ഒറ്റ വിത്തിലെത്തുന്ന ഘട്ടം. ഇലയിലൂടെ സഞ്ചരിച്ചവനും കൊമ്പിലൂടെ സഞ്ചരിച്ചവനും പൂക്കളിലൂടെ സഞ്ചരിച്ചവനും ഫലങ്ങളിലൂടെ സഞ്ചരിച്ചവനും വേരിലൂടെ സഞ്ചരിച്ചവനും മരത്തിൻ്റെ പരിസരമാകുന്ന തണലിലൂടെ സഞ്ചരിച്ചവനും അതിൻ്റെ മണ്ണിലൂടെ സഞ്ചരിച്ചവനും ഒക്കെ തന്നെ ഒറ്റ വിത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക റൂമിയൊക്കെ പറഞ്ഞതുപോലെ പല വഴികളിലൂടെ എത്തിച്ചേരുന്നത് ഒറ്റ പ്രകാശത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ പ്രകാശം തേടലാകട്ടെ നിങ്ങളുടെ ദൗത്യം. കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമെന്ന് തോന്നുന്ന ഏത് തലത്തിലുള്ള വിസ്ഡം കിട്ടിയാലും അറിവ് കിട്ടിയാലും അതിനോടൊപ്പം ഇരുന്ന് ഏത് അറിവിലൂടെ പോലെ എത്തിച്ചേരുന്ന ഒരു സ്ഥാനമുണ്ട്, ഒരു സ്രോതസ്സുണ്ട്. അവിടേക്ക് അത് നയിക്കുന്നു, ആ അറിവ് എന്നെ കൊണ്ടുപോകുന്നു എന്ന തലം വരെ അതിനോടൊപ്പം ഇരിക്കുമ്പോഴാണ് കണ്ടംപ്ലേഷൻ കംപ്ലീറ്റ് ആണത്. ഇപ്പം എല്ലാവർക്കും കണക്റ്റിംഗ് ആയിട്ടുള്ള വിസ്ഡം ആയതുകൊണ്ടാണ് തെംജു എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ ഒരു എക്സാമ്പിൾ ആക്കി എടുത്തിട്ടുള്ളത്. വേറെയും കുറേ വിസ്ഡംസ് നമുക്കറിയാം. വാട്ട് യു സിക്കിക്കും എന്ന വിസ്ഡം നമുക്കറിയാം. അങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ വിസ്ഡം ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അല്ലാതെ നിങ്ങൾ വായിച്ചെടുത്തതുകൊണ്ടായിരിക്കും. പക്ഷേ എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്നത് ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോന്നാണ്. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമുക്കത് ഓരോന്നാണ്. നമ്മളുടെ തന്നെ കുഞ്ഞിനോട് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ അനുഭവത്തിന് അനുസൃതമായിട്ടായിരിക്കും. നമ്മളുടെ ഒരു കൂട്ടുകാരൻ അവൻ്റെ ജീവിതാനുഭവം എന്ന് പങ്കുവെക്കുമ്പോൾ അവന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ തന്നെ നമ്മൾ വളരുന്നതിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ കൊണ്ടും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്നുള്ള ഒരു വിസ്ഡം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ, എല്ലായിടത്തേക്കും അത് സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ, എല്ലായിടത്തും അത് ഫിറ്റിൻ ആവുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എല്ലായിടത്തും അത് ഒരുപോലെ പ്രാവർത്തികമാകുന്നത്? അപ്പം എത്ര വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കെൽപ്പുള്ള തരത്തിലാണ് ആ വിസ്ഡം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കോമൺ ഡിസൈനിങ് നിന്നും വന്നതല്ല, അതൊരു കോമൺ ഡിസയറിൽ നിന്നും വന്നിട്ടുള്ളതല്ല, അതൊരു ഡിവൈൻ ഡിസൈനിൽ നിന്നും വന്നതുകൊണ്ടാണ് കാലത്തിനതീതമായിട്ട് പ്രായത്തിനതീതമായിട്ട് എന്താ പറയുക എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഇന്നലെ റൂമി നൈറ്റ് ആയിരുന്നു, നമ്മളെ കേരളത്തിലെ റൂമി നൈറ്റ് ആയിരുന്നു. അപ്പം എന്നതുകൊണ്ട് തന്നെ ഇന്നലത്തെ നമ്മുടെ ചർച്ചകളിൽ സ്വാഭാവികമായിട്ടും ജലാലുദ്ദീൻ റൂമി കടന്നു വരും, റൂമിയുടെ വിസ്ഡംസ് കടന്നു വരും. അപ്പം ഞാൻ പലപ്പോഴും കോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, റൂമി മുന്നേ തന്നെ പ്രവചിക്കുകയാണ് ഞാൻ മരണപ്പെട്ട് 100 വർഷം കഴിഞ്ഞതിന് ശേഷവും ആയിരിക്കും ഈ വിസ്ഡം എല്ലാവരും ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നതും അവരുടെ സായാഹ്നങ്ങൾ ഏറ്റവും സമ്പുഷ്ടമാക്കി മാറ്റാൻ എൻ്റെ വിസ്ഡത്തിന് സഹായകമാകും, അവരത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെ പറയുമ്പം എങ്ങനെയാണ് ഒരു വരി, ഒരു കവിത, കുറച്ച് വരികൾ, കുത്തിക്കുറിച്ച കുറച്ച് വരികൾ, ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച കുറച്ച് വരികൾ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ ജനറേഷൻ മാറിയാലും എന്നും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രഖ്യാപനം, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക്, ദൈവത്തിൻ്റെ വേദത്തിന് അതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ്. അത് വാലിഡിറ്റിക്ക് അപ്പുറത്തേക്ക് വാലിഡിറ്റി തീരാതെ എന്നും അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുമെന്ന്. അപ്പം ഇത്തരത്തിൽ ദൈവത്തിൻ്റെ വേദത്തിൻ്റെ തലത്തിലേക്ക് ഒരു അറിവിനെ നമ്മൾക്ക് കണ്ടംപ്ലേറ്റ് ചെയ്ത് അത് എത്ര കാലം കഴിഞ്ഞാലും നശിക്കാത്തതായിട്ട് നമ്മുടെ ശേഷമുള്ള തലമുറക്ക് പകർന്നു കൊടുത്താലും അവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഒരു അറിവിനോടൊപ്പം ഇരുന്ന് നമ്മൾ അതിൽ മാസ്റ്ററായി കഴിയുകയാണ് ഞാൻ പറയാം. അതിലേക്ക് എത്തിക്കുന്ന പ്രൊസീജിയറാണ് ആക്ച്വലി കണ്ടംപ്ലേഷൻ. പക്ഷെ ഇവിടെയാണ് തെംജു കുറച്ച് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇൻഫർമേഷൻ ഏജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അറിവുകൾ കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇലയുടെ അടുത്ത് പോയി നോക്കും, ഇടയ്ക്ക് കൊമ്പിൻ്റെ അടുത്ത് പോയി നോക്കും, ഇടയ്ക്ക് ഫലത്തിൻ്റെ അടുത്ത് പോയി നോക്കും, ഇടയ്ക്ക് റൂട്ടിൻ്റെ അടുത്ത് പോയി നോക്കും. അങ്ങനെ പല വഴികളിലൂടെ പോയിട്ട് ഒന്നിൽ സ്ഥായിയായി നിന്നുകൊണ്ട് നമ്മൾ അതിനോടൊപ്പം ചേർന്ന് കണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് വിത്തിലേക്ക് എത്താനുള്ള മാധ്യമം സ്വീകരിക്കാൻ പറ്റാതെ പോകുന്നിടത്താണ് പല അറിവുകളും ഉപകാരപ്രദമല്ലാതിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാനെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഏത് വിഷയത്തെ കിട്ടിയാലും ഞാൻ ചിന്തിക്കാറുള്ളത് എങ്ങനെ അതിനെ ഒന്നിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അതിലെവിടെയെങ്കിലും ഒന്നിൻ്റെ രഹസ്യം ഉണ്ടായിരിക്കും, ഒന്നിലേക്ക് എത്താനുള്ള ഒന്നാകലിൻ്റെ രഹസ്യം ഉണ്ടായിരിക്കും.
ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു അക്ഷരം കൊണ്ടോ ഒരു വരി കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ എങ്ങനെ ഇതിനെ എല്ലാം എത്തുന്നു ഒന്നിലേക്ക് എത്തിക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു പരിശ്രമത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എപ്പോഴും പ്രയത്നിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പം നിങ്ങൾ അറിയാതെ ലോകം ഒന്നിലേക്ക് എത്തിക്കാൻ, മനുഷ്യരെ ഒന്നിലേക്ക് എത്തിക്കാൻ, മനുഷ്യനെ എങ്ങനെ യുണൈറ്റ് ചെയ്യാം എന്ന ചിന്തയിലേക്ക് കൂടി എത്തും. നിങ്ങൾ അറിവിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസൃതമായിട്ടാണ് നിങ്ങൾ പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അറിവിൻ്റെ പ്രവർത്തനം അകത്താ കണ്ടംപ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ അറിവുകളും എങ്ങനെ ഒന്നിലേക്ക് എത്തുന്നു എന്നത് തന്നെ ചിന്തിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ അതിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മളിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് പുറത്ത് കാണുന്ന മനുഷ്യരൊക്കെ എങ്ങനെയാണ് ഒന്നാകുന്നത്, എങ്ങനെയാണ് ഒന്നിൻ്റെ പാട്ടിലേക്ക്. യൂണിവേഴ്സിലാണല്ലോ നമ്മളത്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകമായത് എന്നാണ്. ഏകമായ ഒരു സംഗീതമാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ ഏകമായതിലേക്ക് നയിക്കുന്ന സംഗീതമാണ്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യർക്കൊക്കെ ഒന്നിക്കാൻ പറ്റുന്നത്? വിഭജനങ്ങൾ മറന്നുകൊണ്ട് വിഘടിതമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി സംഘടിതമാക്കി എടുക്കുന്ന എന്തോ ഒന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വേരിലേക്ക് ആളുകളെ എത്തിക്കുന്ന, റൂട്ടിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്തകൾ എന്നതുകൊണ്ട് നമ്മൾ നല്ലൊരു മനുഷ്യനാകുന്നു, എന്നതുകൊണ്ട് നമ്മൾ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാകുന്നു. റൂമിയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു. എൻ്റെ ദൈവം സ്നേഹമാണ്, എൻ്റെ വേദം സ്നേഹമാണ്, എൻ്റെ വഴി സ്നേഹമാണ്, എൻ്റെ ഗുരു സ്നേഹമാണ്, എൻ്റെ ആത്മാവ് സ്നേഹമാണ്, എൻ്റെ ചുറ്റും സ്നേഹമാണ്, ഞാൻ സ്നേഹമാണ് എന്ന് പറയുമ്പോൾ വെളിച്ചത്തെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ദിവ്യപ്രകാശമാണ്, ദൈവത്തിൻ്റെ പ്രകാശമാണ് എന്ന് ദൈവപ്രഖ്യാപനം ഉള്ളപ്പോൾ ആ വെളിച്ചത്തെ സ്നേഹമെന്ന അനുഭവത്തിലൂടെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. അപ്പോൾ മനുഷ്യൻ ആ വെളിച്ചത്തെ അനുഭവിക്കുന്നത്, ഫീൽ ചെയ്യുന്നത് സ്നേഹത്തിലൂടെയാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ തലം കണ്ടെത്താൻ റൂമിയെ ഒരുപാട് സഹായിച്ചിരിക്കുകയാണ് ഈ ഏകത്വത്തിൻ്റെ വഴി, ഒന്നാകലിൻ്റെ വഴി, ഒന്നിലേക്കുള്ള വഴി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒന്നിൽ തന്നെ ആവർത്തിച്ചിരുന്ന് നമ്മൾ അത് എങ്ങനെ ഒന്നിലേക്ക് എത്തുന്നത് വരെ അതിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആ വഴിയിൽ നമ്മൾ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് അറിവുകളെ കാണും. നിങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ആത്മീയപാതയാണോ, നിങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തുള്ളത് സയൻസിൻ്റെ വഴിയാണോ, ഫിലോസഫിയുടെ വഴിയാണോ, മിസ്റ്റിക്കൽ പാത്താണോ, അതല്ല ആർട്ടിൻ്റെ പാത്താണോ, ഏത് വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? സേവനത്തിൻ്റെ വഴിയാണോ? ഒരുപാട് വഴികളുണ്ട്. ഇത് ഏതിലൂടെ പോയാലും അതിൽ നിങ്ങൾ കണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന വഴിയെ നിങ്ങൾ ഒരു പക്ഷേ ടെസ്ലയുടെ കഥ പറഞ്ഞതുപോലെ റൂമി നടക്കുമ്പോൾ ടെസ്ലയെ കണ്ടുമുട്ടിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ആൽക്കെമിസ്ട്രിയെ പറ്റി പ്രതിപാദിച്ചതുപോലെ അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യത്യസ്തമായ ധാരയിലൂടെ ഒന്നിലേക്ക് സഞ്ചരിക്കുന്ന പലരെയും നമ്മൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടും. അപ്പോൾ നമുക്ക് ട്രാക്ക് മാറ്റാനൊന്നും പറ്റില്ല. കാരണം പഠിച്ചോൻ നമുക്ക് ഓരോരോ ഇൻ്റലിജൻസാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഇൻ്റലിജൻസിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പോയിന്റിലേക്ക് എത്തുമ്പം അവർ വേറെ ഇൻ്റലിജൻസിലൂടെ ആയിരിക്കും പോണത്. അപ്പം നമുക്ക് വ്യത്യാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ വഴിയെ നടന്നുകൊള്ളുക. നിങ്ങൾ ആ എൻഡിലെത്തുമ്പോൾ ഞാൻ ഈ വഴിയാണ്, ഈ വഴിയിലൂടെ ഞാൻ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കാം. കണ്ടതിൽ സന്തോഷമല്ലേ, പരിചയമൊക്കെ പുതുക്കി പോകുമ്പോൾ വ്യത്യസ്തമായ അറിവുകൾക്കിടയിലുള്ള പ്രത്യക്ഷത്തിൽ അത് ചേരുന്നതല്ല എന്ന് തോന്നുമെങ്കിൽ കൂടി നമുക്ക് കാണാൻ പറ്റും ആഴങ്ങളിൽ അതൊക്കെ എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് ഒറ്റ പോയിന്റിലേക്ക് തന്നെയാണ്. ആ പോയിന്റിലേക്ക് എത്താൻ ഒരുപാട് ട്രാക്കുകൾ ഇവിടെ ഉണ്ട്. ഇത്തരത്തിലുള്ള രഹസ്യങ്ങളൊക്കെ കണ്ടംപ്ലേഷനിലൂടെ മാത്രം സാധിക്കേണ്ടതാണ്. അതിന് ഒരുപാട് അറിവുകളിൽ കണ്ടംപ്ലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾക്ക് ചേർന്നിരിക്കുന്ന, യോജിച്ചിരിക്കുന്ന ഏതൊക്കെ അറിവുകൾ അത് കഴിഞ്ഞു എന്ന് ചിന്തിക്കാതിരിക്കുക. ഒരു അറിവിലുള്ള മനനം തീർന്നു എന്ന് ചിന്തിച്ചാൽ നമ്മൾ തീർന്നു എന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ മതി, നമ്മൾ മരിച്ചു എന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അറിവ് അതിൻ്റെ രഹസ്യങ്ങൾ തുറന്നു തരുന്നത് നമ്മൾ മരിക്കുന്നത് വരെ അവസാനിപ്പിക്കുന്നില്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ എടുക്കാൻ വിട്ടുപോയത്, നമ്മൾക്ക് കിട്ടാൻ മറന്നുപോയത്, നമ്മൾ മറഞ്ഞതിന് ശേഷം നമുക്ക് ശേഷം പിറവിയെടുക്കുന്ന തലമുറകൾക്കും ആ അറിവ് വീണ്ടും 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 അത് കൊടുത്തുകൊണ്ടിരിക്കുമെന്നുള്ള. ഇപ്പോൾ റൂമിയുടെ അറിവുകളൊക്കെ 700 വർഷങ്ങൾക്ക് മുന്നേ, 500 വർഷങ്ങൾക്ക് മുന്നേ അന്ന് ജീവിച്ചുകൊണ്ടിരുന്നവർക്കും ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ഇന്ന് ജീവിക്കുന്ന മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജനറേഷന് പോലും ഇപ്പോഴും പുതിയത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ കാലഘട്ടം മാറിപ്പോകാതെ, എല്ലാ കാലഘട്ടത്തിലും നീങ്ങിപ്പോകാതെ തന്നെ ആ വെളിച്ചം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റിവീൽ ചെയ്യപ്പെടുകയാണ്. അപ്പം ആദ്യം വേണ്ടത് ഏതെങ്കിലും ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സീക്കറായിരിക്കും. നല്ലൊരു സീക്കറിൻ്റെ പ്രത്യേകത എന്താ ഞാൻ പറയണ്ട, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിവ് അന്വേഷിക്കുന്നവർ എങ്ങനെയാണ് എന്നുള്ളത്. ഒരു ഗൈഡ് ടോക്ക് തന്നെ അതിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നല്ലൊരു കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അറിവ് അത് പഠിച്ചു കഴിഞ്ഞു, അത് അറിഞ്ഞു കഴിഞ്ഞു എന്നൊരു അഹങ്കാരം ഉണ്ടാവില്ല, ഒരു അഹന്ത ഉണ്ടാകില്ല. അറിയുന്തോറും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് അറിവിനെ ഒരു കടലായി ദർശിക്കുകയാണ് അവർ വെറുതെ ഇങ്ങനെ ഭംഗിവാക്കിന് പറയല്ല, അഹങ്കാരത്തിന് പറയല്ല, ഇതൊരു കടലാകുന്നു. സംഗീതം എന്നാൽ ഒരു കടലാണ്, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബഹറാണ്
എന്ന് പറയുന്നത് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഏതോ ഒരു തലത്തിൽ അത് എത്തിയിട്ട് ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇത് വല്ലാത്തൊരു കടലാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയും. മടുപ്പുളവാക്കുമാർ പറയലല്ല അത്. അതിനപ്പുറത്തേക്ക് അറിയുന്തോറും 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 അത് വിശാലമാണ് വിശാലമാണെന്ന് അറിയാണ്. റൂമി പറയുന്നുണ്ട്, എൻ്റെ ബില്ലവഡിനെ ഞാൻ അടുക്കുന്തോറും മനസ്സിലാക്കുന്നു ഞാൻ എത്ര അകലത്തിലാണ് എന്ന്. എത്രത്തോളം ഞാൻ അടുക്കുന്നു അത്രത്തോളം ഞാൻ അറിയുന്നുണ്ട് ഞാൻ എത്രത്തോളം അകലത്തിലാണ് അകലത്തിലാണ് അകലത്തിലാണ്. അടുക്കുന്തോറും ഞാൻ തിരിച്ചറിഞ്ഞത് അത്രമാത്രം അകലെയാണ് ഞാൻ എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവോട് കൂടി തന്നെ അടുത്തോണ്ടേയിരിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അറിയുന്തോറും അറിയുന്തോറും എനിക്ക് എത്രമാത്രം അറിവില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അറിവിലുള്ള കണ്ടംപ്ലേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിലെത്തുമ്പം ഓരോ ആളുകളും ആ അറിവാകുന്ന കടലിന് മുന്നിൽ അവർ സറണ്ടർ ചെയ്യും. അവർ പരിപൂർണമായിട്ട് സമർപ്പിക്കും. ഞാൻ അറിവിന് മുന്നിൽ സമർപ്പിക്കുന്നു, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, ഇൻ ദ സെൻസ് ഞാൻ അറിഞ്ഞതൊന്നും എവിടെ എത്തുന്നില്ല എന്ന തിരിച്ചറിവോടുകൂടി സറണ്ടർ ചെയ്യുമ്പോഴാണ് അവർ റൂമി പറഞ്ഞതുപോലെ ആ കടലിലേക്ക് മുങ്ങുന്നത്. അവർ ആ കടലിൽ മുങ്ങി മരിക്കുകയാണ്. അറിവെന്ന കടലായി ഞാൻ മാറാത്തിടത്തോളം കാലം എനിക്ക് അറിവിൻ്റെ ഓരം പറ്റി നടക്കൽ സാധ്യമല്ല. ഞാൻ വേറെയും അറിവെന്ന കടൽ വേറെയുമാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര തന്നെ ഞാൻ നോക്കിയാലും, എത്ര തന്നെ കുടിക്കാൻ നോക്കിയാലും, എത്ര തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയാലും എവിടെയും എത്തൂല. ഇനി ആകെ സാധ്യമാകുന്നത് ഞാൻ കടലാകലല്ലാതെ അത് സാധിക്കൂല എന്ന് മനസ്സിലാക്കുമ്പം അവരെ തന്നെ അറിവാകുന്ന കടലിൽ പുഴ മുങ്ങിച്ചാകുന്നത് പോലെ, ആത്മഹത്യ ചെയ്യുന്നത് പോലെ അവർ അറിവിൽ സമർപ്പിച്ച് ഞാനേ ഇല്ല അറിവേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു വഴിയാണിത്, സ്വയം സമർപ്പിക്കുന്ന വഴിയാണിത്. അങ്ങനെ അറിവെന്ന കടലിലേക്ക് സമർപ്പിച്ചുകൊണ്ടും സത്യം മനസ്സിലാക്കുന്ന, സത്യമാകുന്ന സത്തയിൽ ലയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലർ അങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു നല്ല സീക്കർ, ഒരു നന്നായിട്ട് കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അറിവിനെ സമീപിക്കുന്ന രീതി ഇങ്ങനെയാണ്. അറിയും തോറും അവർ അറിഞ്ഞു കഴിഞ്ഞു എന്നൊരു ധാരണയില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിഞ്ഞ് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ചെറുതാവുകയും അറിവ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാണ് അവർക്കുള്ളിൽ. അതിനർത്ഥം അവർക്ക് ഒരുപാട് അറിവുണ്ടായി എന്നുള്ളതല്ല, ചെറിയ മനസ്സായതുകൊണ്ട്, ചെറിയ കപ്പായതുകൊണ്ട് കുറച്ചെടുത്തപ്പോൾ തന്നെ നിറഞ്ഞു ഒഴുകി. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവർ അറിവ് നിറയ്ക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിച്ചിട്ടുള്ളൂ. അറിവ് അവരിൽ പ്രവർത്തിക്കുന്നതിനെയോ പരിവർത്തനം സംഭവിക്കുന്നതിനോ പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം അറിവ് നിറയുമ്പോൾ മാത്രമല്ല, അറിവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇനിയും അറിവിന് വന്ന് നിറയാനുള്ള പാകത്തിന് അവൻ്റെ കപ്പ് വികസിക്കാം. അപ്പം അറിവ് സ്വീകരിക്കൽ മാത്രമല്ല നമ്മുടെ ദൗത്യം, കുത്തി ഇങ്ങനെ നിറയ്ക്കൽ മാത്രമല്ല നമ്മുടെ ദൗത്യം. അറിവ് നിറയ്ക്കുമാറ് നമ്മളെ മനസ്സിങ്ങനെ വിശാലമാകുന്നുണ്ട് നമ്മൾ ഓർപ്പിക്കണം. ആ വിശാലത വരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ഇനിയും അറിയാനുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് ഞാൻ ഇനിയും വികാസം പ്രാപിക്കാനുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും അതുകൊണ്ട് എനിക്ക് അറിഞ്ഞതൊന്നും എവിടെ എത്തിയിട്ടില്ല, എൻ്റെ മനസ്സ് ഇനിയും വിശാലത പ്രാപിക്കട്ടെ എന്ന രൂപേണ നന്നായിട്ട് കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന, നന്നായിട്ട് ധ്യാനിക്കുന്ന, നന്നായിട്ട് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സമയം ഒരു വിഷയത്തിൽ തന്നെ അറിവിൻ്റെ പിറകെ അറിവിനോടൊപ്പം ധ്യാനിക്കുന്നതിനോടൊപ്പം തന്നെ അവരവരെ മനസ്സിൻ്റെ പരിവർത്തനത്തിന്, മനസ്സിൻ്റെ വിശാലത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ അറിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെയാണ് ഗൈഡഡ് കോഡൊക്കെ വേറൊരു തലത്തിൽ നമുക്ക് വലിയൊരു കോഡായിട്ട് മാറുന്നത്. ഗൈഡഡ് കോഡിൽ നമ്മൾ പഠിക്കുന്നത് മനസ്സ് വിശാലമാക്കാനുള്ള വഴികളാണ്. മനസ്സിനെ സംസ്കരിച്ചെടുത്ത് നമ്മളെ മെൻ്റൽ സ്ട്രെങ്ത്, മെൻ്റൽ എബിലിറ്റി കൂട്ടാനുള്ള വഴികളാണ്. പലരും ആദ്യഘട്ടത്തിലൊക്കെ ഇതുപോലത്തെ ഗൈഡഡ് ടോക്കിലൊക്കെ വന്നിരിക്കുമ്പോൾ അവർക്ക് തോന്നാറുള്ളത് ഇതൊക്കെ വലിയ എന്തൊക്കെയോ കാര്യങ്ങളാണ്, നമുക്കൊന്നും ഇത് ഡൈജസ്റ്റ് ആവില്ല, എന്തൊക്കെയോ ഭാഷകൾ വാക്കുകൾ ഇങ്ങനെ തുന്നിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ പോയാൽ എവിടുന്ന് എനിക്ക് കിട്ടുക, കട്ടിയുള്ള വാക്കുകളൊക്കെ ഗൈഡ് പറയുന്നത് എന്നൊക്കെ പറയും. വാക്ക് കട്ടി ഉണ്ടായിട്ടല്ല, മനസ്സ് കട്ടി കുറഞ്ഞത് കൊണ്ട് മാത്രമാണ്, മനസ്സ് ചെറുതായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കാറ്റടിച്ച് പിന്നെ ഗൈഡഡ് കോഡൊക്കെ അങ്ങ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിനെ വിശാലമാക്കാനുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കാണ്. എങ്ങനെയാണ് അറിവ് കൊണ്ട് തന്നെ നമ്മളെ മനസ്സിനെ കഴുകിയെടുക്കാം. അപ്പം നമ്മൾ അറിവ് നിറയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഗൈഡഡ് കോഡിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളെ മനസ്സ് മെല്ലെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിലേക്ക് എത്തുമ്പം പിന്നെ വീണ്ടും ജീട്ടിൽ വന്നിരിക്കുമ്പം ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഗൈഡഡ് കോഡ് ചെയ്തതിന് ശേഷം മുന്നേ കത്താത്ത പല വരികളും നന്നായിട്ട് കത്തി തുടങ്ങുന്നു. മുന്നേ അറിഞ്ഞ കുറേ വേദവചനങ്ങൾക്ക് പോലും മറ്റൊരു തലത്തിലുള്ള അർത്ഥം മനസ്സിലാവുന്നു. അതെന്തേ മുന്നേ മനസ്സിലാകാത്തത്? നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമല്ല. മുന്നേ മനസ്സിലാവാതെ പോയത് ആ സമയത്ത് നമ്മളെ മനസ്സ് അത്ര വലിപ്പത്തിലാണ്. അപ്പം ആ അറിവ് അത്ര വലിപ്പത്തിൽ അറിയിച്ചു തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോക്കെ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് എത്ര വലിപ്പത്തിലാണോ ഗൈഡ് ടോക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഇതിൻ്റെ ഒരു 10x സൈസിലേക്ക് നിങ്ങളുടെ മനസ്സെത്തി കഴിഞ്ഞാൽ ഇതേ സെയിം ഗൈഡ് ടോക്കിന് തന്നെ ഇനി എന്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അല്ലേ?
അപ്പോൾ നമ്മളൊരിക്കലും അറിഞ്ഞു എന്ന് കൺക്ലൂഡ് ചെയ്യാതെ അത് ഇനിയും അറിയാനുണ്ട്, അതിനെന്ത് ചെയ്യണം, മനസ്സിനെ ഇനിയും വലുതാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അറിഞ്ഞ അറിവിന് തന്നെ ഇനിയും പറയാനുണ്ടായിരിക്കും. എവിടേക്കോ നമ്മളെ മനസ്സിൽ അത് നിറഞ്ഞു പോയത് കൊണ്ട്, നിറഞ്ഞു കവിഞ്ഞത് കൊണ്ട് നമുക്ക് ആക്ച്വലി അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് നിറഞ്ഞു മതിയായി എന്നൊരു തോന്നലിലേക്ക് എത്തുന്നത് കൊണ്ടാണെന്നുള്ളതാണ്. ആക്ച്വലി ജലാലുദ്ദീൻ റൂമി തൻ്റെ ഗുരു തെബ്രീസിയും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗങ്ങൾ പല രീതിയിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു രസകരമായിട്ടുള്ളൊരു ചരിത്ര രംഗമുണ്ട്. ഒരു ചരിത്ര ഫോർമാറ്റിലൂടെ മാത്രം നമ്മൾ അതിനെ പെർസീവ് ചെയ്താൽ മതി എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പം പല രംഗങ്ങളായിട്ട് പറഞ്ഞത് അതിൽ ഒരു ഘട്ടമായിട്ട് പറഞ്ഞത്, ജലാലുദ്ദീൻ റൂമി ഒരുപാട് അറിവുള്ള, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള, ഒരുപാട് ഗ്രന്ഥങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു മാസ്റ്റർ ആയിരുന്നു അങ്ങേരുടെ നാട്ടിലെ. ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു, ഒരു സ്ഥാപന മേധാവിയായിരുന്നു, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയാണ് കണ്ടാൽ ഒരു പണ്ഡിതനാണെന്നൊന്നും തോന്നാത്ത രീതിയിൽ മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ടുള്ള, താടിയൊക്കെ നീണ്ടിട്ടുള്ള, വലിയ ഗുണമൊന്നും തോന്നാത്ത, ഒന്നിനും കൊള്ളാത്തവനൊക്കെ ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന രീതിയിലുള്ള തെബ്രീസി ആ വഴിയെ നടന്നു പോകുമ്പം തെബ്രീസി പല ഘട്ടങ്ങളിലൂടെയായിട്ടാണ് റൂമിക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്നത്. കാരണം പെട്ടെന്നൊന്നും കൊളുത്തൂല, പക്ഷെ തെബ്രീസിക്ക് കുറച്ച് കാര്യങ്ങളിൽ ചൂണ്ടിട്ട് കൊളുത്തിയിട്ട് കൊടുക്കാനുണ്ട്. അപ്പം എത്തുന്നത് കൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് റൂമി എങ്ങനെ ഞെട്ടിക്കുന്നത്. തെബ്രീസി റൂമിയുടെ ചിന്തകൾക്ക് ഇങ്ങനെ ഒരു അടിയിട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യുമാറ്, കുറച്ചുകൂടി ഹൃദയ വിശാലതയിലേക്ക് എത്തുമാറ് ചില വിസ്ഡംസ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ റൂമി ഇങ്ങനെ അങ്ങാടിയിലൂടെ പോകുമ്പം ഈ എന്താ പറയുക, ഒന്നിനും കൊള്ളാത്തവനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തെബ്രീസി സൈഡിലൂടെ പോകുമ്പം അറിയാതെ നൈസായിട്ടൊരു ചോദ്യമായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: മുൻകഴിഞ്ഞു പോയിട്ടുള്ള പല മിസ്റ്റിക്കലായിട്ടുള്ള മാസ്റ്റേഴ്സും ചില ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ആളുകളുടെ പേര് വെച്ചിട്ട് പറഞ്ഞു. അവരൊക്കെ പറയുന്നുണ്ട് ഐ ആം ദ ട്രൂത്ത് എന്നവരെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഞാൻ സത്യമാണ് എന്നവരെ അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗുരുക്കന്മാരുടെ ഒക്കെ ഗുരുവായിട്ടുള്ള പ്രവാചക തിരുമേനി ഒരിക്കൽ പോലും അങ്ങനെ പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പം ആർക്കാണ് ശരിക്കും സത്യം അറിയുന്നത്? ആരാണ് ശരിക്കും സത്യത്തിൽ ലയിച്ചത്? അപ്പം ഇതിൻ്റെയൊക്കെ മീതിയിരിക്കുന്ന പ്രവാചക പ്രഭു അത് പറയാതെ അതിനുശേഷം വന്നിട്ടുള്ള കുഞ്ഞു ശിഷ്യരിൽപ്പെട്ടവരുള്ള മാത്രം ഇത് പറഞ്ഞു പോകുമ്പോൾ ഇതിൽ ആരാണ് ശരിക്കും സത്യമായത്, ആരാണ് ശരിക്കും സത്യത്തിൽ ലയിച്ചത് എന്ന് ഒരു ചോദ്യം വന്നപ്പം റൂമി ആകെ ചലഞ്ചിങ് ആവുന്നുണ്ട്. ശരിയാണല്ലോ, അങ്ങനെ അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന രൂപേണ റൂമിയുടെ മനസ്സ് വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ റൂമിക്ക് മനസ്സിലായി തൻ്റെ ശിഷ്യരിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വന്നാലും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന മഹാനായ പണ്ഡിതനായിട്ടുള്ള എൻ്റെ മുന്നിൽ കണ്ടാൽ ഒരു അറിവും ഇല്ലാത്തവനെന്ന് തോന്നിപ്പിക്കുന്ന, എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സൗണ്ട് ഓക്കെ, താങ്ക് യു. അപ്പം കണ്ടാൽ ഒരു ഭ്രാന്തനെന്ന് തോന്നുന്ന രീതിയിലുള്ള, ഒരു സ്കൂളിലും ഇന്നേ വരെ പോയിട്ടില്ല എന്ന് തോന്നുന്ന ഒരാൾ ഈ ചോദ്യത്തിന് മുന്നിൽ ഞാൻ പകച്ചു പോകുന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് വേറെയും ചില അർത്ഥങ്ങളുണ്ട്. ഈ ചോദ്യം ഇട്ട് തന്നയാൾ എൻ്റെ ഉള്ളിലെ മനസ്സിൻ്റെ മറ്റ് ചില ഭാവങ്ങൾ ഉണർത്താൻ കൂടിയാണ് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ റൂമി അദ്ദേഹത്തിന് പിറകിലൂടെ ഇങ്ങനെ നടന്ന് ചോദിക്കുകയാണ്, എനിക്കതിൻ്റെ കാര്യം മനസ്സിലായില്ല, എന്തായിരിക്കാം അത്? റൂമി വല്ലാണ്ട് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. അപ്പോഴാണ് തെബ്രീസി ഉത്തരമായിട്ട് കൊടുക്കുന്നത്. കാരണം അതിനുശേഷം വന്നവരുടെ ഒക്കെ മനസ്സിന് അത്രയേ വലിപ്പമുള്ളൂ. അതുകൊണ്ട് അവർ കുറച്ച് ദൈവത്തെ അറിഞ്ഞപ്പോൾ തന്നെ അവർ സത്യത്തിൽ ലയിച്ചവരായിട്ട് അവർക്ക് തോന്നി. എന്നാൽ ഇതിൻ്റെയൊക്കെ മീതെ ഇരിക്കുന്ന പ്രവാചക പ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മനസ്സ് കടൽ പോലെ വിശാലമാണ്. അതുകൊണ്ട് എത്ര തന്നെ ദിവ്യരഹസ്യങ്ങൾ അറിഞ്ഞാലും അതിൽ ലയിച്ച് മുങ്ങുന്ന അവസ്ഥയില്ല. കാരണം അത്രത്തോളം ദിവ്യരഹസ്യങ്ങളെ സ്വീകരിക്കാൻ വിശാലമായ കടലിൻ്റെ അവസ്ഥയിലാണ് അവിടുത്തെ ഹൃദയം. അതുകൊണ്ടായിരുന്നു അവിടുന്ന് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് അറിവ് ഇനിയും വർദ്ധിപ്പിച്ച് തരണേ, അറിവ് ഏറ്റിത്തരണേ, അറിവ് ഏറ്റിത്തരണേ. എങ്ങനെയാണ് ഇനിയും വേണമെന്ന് തോന്നുക? ഇനിയും ഉൾക്കൊള്ളാൻ സ്ഥലം ഉണ്ടെങ്കിലല്ലേ ഇനിയും വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുറച്ചറിയുമ്പോൾ തന്നെ ഗൈഡ് മതി, ഇതൊക്കെ ഒന്ന് ഏകദേശം ആയിട്ട് ഇനി ബാക്കി മതി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മളിരിക്കുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് വ്യത്യാസം. ഇവിടെ നമ്മൾക്ക് വലിയൊരു പാഠമുണ്ട്. തെബ്രീസ് റൂമിയെ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠം, കുറച്ചറിവെടുത്ത് നിറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നത് കടലിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് ഒരു കപ്പ് ഗ്ലാസ്സിലാക്കിയിട്ട് കടൽ എന്നിൽ ഞാൻ നിറച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ, കടലിതാ എന്നിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ ബക്കറ്റിൽ കപ്പ് വെള്ളം കൊണ്ടുപോയിച്ചാൽ കടൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾ പറയോ കടൽ എന്നിൽ നിറഞ്ഞു എന്ന്? ഇല്ല, ഇനിയും ഒരുപാട് കപ്പ് പോരട്ടെ എന്നാ പറയാം. അപ്പം ആക്ച്വലി നമ്മളിലേക്ക് കടലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, നമ്മളിലേക്ക് കടലിങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ വിശാലമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിട്ടുള്ളവരെ പറ്റി പലപ്പോഴും
പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ദിവ്യ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ അവരുടെ ഹൃദയത്തിന് അത്രമാത്രം വിശാലത കൊടുത്തുന്നില്ല. അതുകൊണ്ട് കൂടുതൽ 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 ദൈവരഹസ്യങ്ങളെ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനുള്ള പ്രാപ്തി അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദൈവനിഷേധ ഭാവത്തിലൂടെ ജീവിക്കുന്നവരുടെ മനസ്സൊക്കെ എത്രമാത്രം ഇടുങ്ങിക്കിടക്കാണ്. ഒന്നോ രണ്ടോ ശാസ്ത്രീയ തിയറികൾ കിട്ടുമ്പോഴേക്ക് തന്നെ ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു, ഞാനിത് ആ തിയറി വെച്ച് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒറ്റ തിയറിക്ക് തന്നെ അതിനോടൊപ്പം നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആ തിയറികൾ അതിനെ തന്നെ പൊളിക്കുന്ന തലത്തിലേക്ക് വീണ്ടും 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 കൊണ്ടുപോകും. ശാസ്ത്രത്തിൻ്റെ തിയറികൾ തന്നെയാണ് മറ്റൊരു ശാസ്ത്രം ഉണ്ടാക്കാൻ വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്ന തിയറികളെ പൊളിക്കുന്നത്. അപ്പോൾ അൺലേണിംഗ് ശാസ്ത്രത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. യുക്തിയിൽ എപ്പോഴും അൺലേണിംഗ് ഉണ്ട്. എപ്പോഴാണ് ഈ അൺലേണിംഗ് നടക്കുന്നത്? മനസ്സ് കുറച്ചുകൂടി വിശാലമാകുമ്പോൾ, മനസ്സ് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ. ഇങ്ങനെയാണ് അറിവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കണ്ടംപ്ലേഷൻ കൊണ്ടുണ്ടാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റും ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ മനസ്സിന് വിശാലത സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അറിവ് കുറച്ച് കിട്ടുമ്പോഴേക്ക് ഞാനെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്ന അഹന്തയിൽ ഇരിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ മനസ്സ് ഇടുങ്ങിയതായി. അവിടെ ഈഗോ വന്ന് ആ അറിവ് വിഷമാണ്. ആ തലത്തിലുള്ള അറിവ്, ഞാനിതാ എല്ലാം അറിഞ്ഞിരിക്കുന്നു, എന്നിലിതാ എല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന ചിന്തയിൽ എന്ന രൂപത്തിൽ ഒരു അറിവ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ അറിവ് നമുക്ക് വിഷമായിട്ട് മാറും. അത് നമുക്ക് എതിരായിട്ട് മാറും. അത് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറും. കാരണം പിന്നീട് ഒരിക്കലും ആ അറിവ് അതിൻ്റെ അടുത്ത തലം തുറന്നു തരികയേയില്ല. അതങ്ങനെ തന്നെ കിടക്കും. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മളുടെ കൺവെൻഷനലായിട്ടുള്ള പഠന രീതികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിയറി പഠിക്കുക, അത് പഠിച്ചു കഴിഞ്ഞു, ഇനി അത് നോക്കാനില്ല. 3-4 വട്ടം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞു, അതെനിക്ക് ഓക്കെ ആയി, തീർന്നു, ഇനി അതിലൊന്നും പഠിക്കാനില്ല. അടുത്തത് ഇങ്ങനെയല്ലേ 10-12 വർഷത്തോളം നമ്മൾ പഠിച്ചു പോയത്. ഒരു കവിത പഠിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കവിത മുഴുവനായിട്ട് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു, അത് ഞാൻ വായിച്ച് തീർത്ത് കഴിഞ്ഞു, ആ പുസ്തകം ഞാൻ നോക്കി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മനസ്സിനോട് പറയും ഇനി അത് തൊടേണ്ട ആവശ്യമില്ല, അതിലിനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് എത്ര അറിവുകളെയാണ് നമ്മൾ അതിലിനി ഒന്നുമില്ല ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിട്ടുള്ളത്. എത്ര പേരാണ് ഇങ്ങനെ പറയണത്? പല ആൾക്കാരും പറയുന്നത് ഗൈഡഡ് കോഡ് ഞാൻ ചെയ്തതാണ്, ഞാൻ ഏകദേശം ചെയ്തതാണ്, 2 വട്ടം ചെയ്തതാണ്, എനിക്ക് അറിയാം എന്താ ഗൈഡഡ് കോഡിലുള്ളത്. ഞാനിപ്പോഴും അറിഞ്ഞിട്ടില്ല ഗൈഡഡ് കോഡിൽ എന്താ ഉള്ളത് എന്നുള്ള കാര്യം. 56 മാസങ്ങൾ അതിനോടൊപ്പം സഞ്ചരിച്ചിട്ട് ഞാനിപ്പോഴും ഗൈഡഡ് കോഡിൽ കണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസങ്ങളിലും നമുക്ക് വരുന്ന റിവ്യൂകൾ വെച്ച് നോക്കുമ്പം ഗൈഡഡ് കോഡിന് ഇങ്ങനെ കൂടി തലങ്ങൾ ഉണ്ടില്ലേ എന്ന് ഗൈഡഡ് കോഡ് നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ കുഞ്ഞു മനസ്സിൽ തുടങ്ങിയതാണ് ഗൈഡഡ് കോഡ്. പക്ഷെ ഗൈഡഡ് കോഡ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം നമ്മളെ മനസ്സ് ഇങ്ങനെ വിശാലമായി കൊണ്ടിരിക്കുക. അപ്പോഴേ എനിക്ക് മനസ്സിലായത് നമ്മൾ തൊടുന്ന അറിവുകൾക്കൊരു ഊർജ്ജമുണ്ട്, നമ്മൾ തൊടുന്ന അറിവിനൊരു ആത്മാവുണ്ട്, നമ്മൾ തൊടുന്ന അറിവിനൊരു ബോധമുണ്ട്. ആ അറിവിന് നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പം അറിവ് നമ്മളിൽ ഇങ്ങനെ പ്രവർത്തിച്ച് അറിവ് നമുക്ക് അറിയാത്ത തലങ്ങൾ ഇങ്ങനെ തുറന്നു തരും. അപ്പോഴാണ് അറിവുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം നമുക്കുണ്ടാവുക. അറിവുമായിട്ട് നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധം വേണം. ആ ആത്മബന്ധം സംഭവിക്കുന്നിടത്ത് നമ്മൾ മനുഷ്യരെന്ന മനസ്സിൻ്റെ ആത്മാവും അറിവിൻ്റെ ബോധത്തിൻ്റെ ആത്മാവും ഇത് തമ്മിൽ ഒന്നാകാൻ ഒരു പ്രയാസവും. ഇന്നലെ ഞാനതായിരുന്നു പറഞ്ഞത്. സ്നേഹത്തെപ്പറ്റി പറഞ്ഞ സമയത്ത് സ്നേഹവും നമ്മളും ഒന്നാകുന്ന ഒരു ഘട്ടമുണ്ട്. ഐ ലവ് യു എന്ന് പറയുമ്പം ലവ് സെൻട്രൽ നിർത്തിയിട്ട് ഇപ്പുറത്ത് ഞാനും അപ്പുറത്ത് നീയുമാണ്, ഒരു മതിലാണ് ലവ് എന്ന് പറഞ്ഞാൽ. ഐ ലവ് യു എന്ന് പറയുമ്പം പിന്നെ ആ അകൽച്ച കുറച്ച് കുറയുമ്പോഴാണ് യു ആർ മൈ ലവ് എന്ന് നമ്മൾ പറയാം. യു ആർ മൈ ലവ് എന്ന് പറയുമ്പം ഞാനും നീയും എന്നത് കുറച്ചുകൂടി ചേർന്നു യു ആർ മൈ ലവ് എന്ന പോയിന്റിലേക്ക് എത്തി. അപ്പം നീ പോയിട്ട് സ്നേഹവും ഞാനും ഒന്നാകുന്ന ഒരവസ്ഥ എത്തി. നീ സ്നേഹമാണെന്നുള്ള തലത്തിലേക്ക് എത്തി. അപ്പം ഞാനും സ്നേഹവും ഒരുമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലെത്തുന്നു. കുറച്ചുകൂടി കഴിയുമ്പം അവർ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും സ്നേഹവും മാത്രം ബാക്കിയോ. അപ്പോൾ ഐ ആം ലവ്, ഐ ആം ദ ഓൺലി ലവ് എന്ന പോയിന്റിലെത്തുമ്പം സ്നേഹവും ഞാനും ഒന്നാകുന്ന ഒരവസ്ഥയുണ്ട്. ഇതുപോലെ തന്നെയാണ് എനിക്കറിയാം എന്ന് പറയുന്ന അവസ്ഥയിൽ ഞാനും അറിവും വേറെ വേറെ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അറിവാകുന്ന അവസ്ഥയിലാണ് എനിക്കറിയില്ല പക്ഷെ ഞാൻ അറിയുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. എനിക്കറിയില്ല, ഞാൻ അറിയുന്നു. അദ്ദേഹം എവിടെയാണുള്ളത് എന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ അറിയുന്നു അങ്ങനെ ഒരാൾ എവിടെയോ ഉണ്ട്. അങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്, പഠിച്ചിട്ടല്ല അറിയണത്. എനിക്ക് ദൈവത്തെ അറിയാം, ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ ദൈവത്തെ കേട്ടിട്ടുണ്ട് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ അറിയുന്നു ഇവിടെ ഒരു ദൈവമുണ്ടെന്ന്. അത്ര തന്നെ, ഞാൻ അറിയുന്നു. എനിക്കറിയാം എന്ന് പറയുമ്പം ഞാനും അറിവും വേറെ ആയിരിക്കും. കാരണം ദൈവം തന്നെ അറിവായിരിക്കുകയാണ്, ദൈവം തന്നെ പ്രകാശമായിരിക്കുകയാണ്. ഇങ്ങനെ ഒന്നിലേക്കെത്തുന്ന, ഞാൻ അതാണ് പറഞ്ഞത്, എന്ത് പറഞ്ഞാലും ഒന്നിലേക്കെത്തുന്ന, ഒന്നിൻ്റെ രഹസ്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ അറിവിനോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് അത് ശരിക്കുള്ള കണ്ടംപ്ലേഷനായിട്ട് മാറുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള അറിവിനോടൊപ്പമുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കലാണ്,
മറ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കലാണ്. അതൊക്കെ സംഭവിച്ചോട്ടെ, അതൊക്കെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ സംഭവിക്കുന്ന അറിവിൻ്റെ യാത്രകളൊക്കെ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ, വ്യത്യസ്തമായ മേഖലകൾ, അതിസങ്കീർണമായിട്ടുള്ള പ്രോഗ്രാമിങ്ങുകളും കോഡിങ്ങുകളും പഠിക്കുന്നവർ, ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് ഗവേഷണം നടത്തുന്നവർ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത്? അതിനോടൊപ്പം പാരലലി ഈ മൊത്തത്തിലുള്ള അറിവിലേക്ക് എത്തിച്ചേരാനുള്ള, ഇതിനെല്ലാത്തിനെയും ഒന്നിലേക്ക് യുണൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള കണ്ടംപ്ലേഷൻ പാർട്ട് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആർക്കാണോ അത്തരത്തിൽ ഒരു തഫക്കുർ ഉള്ളത്, ആർക്കാണോ അത്തരത്തിലുള്ള ഒരു മുറാക്കബ സാധ്യമാക്കുന്നത്, ആർക്കാണോ അത്തരത്തിലുള്ള ഒരു ധ്യാനം അറിവിനോടൊപ്പം സാധ്യമാകുന്നത്, അവർക്ക് അവർ കൈവെക്കുന്ന മറ്റുള്ള അറിവിൻ്റെ മേഖലകളൊക്കെ ഇവർക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൊടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അറിവ് നമ്മുടെ കൈപ്പിടിയിലാക്കാൻ പറ്റും എന്നോണം. അപ്പം അറിവ് എന്നതും കണ്ടംപ്ലേഷൻ എന്നതൊക്കെ ഒരു ഞായറാഴ്ച ഇത്രയും സമയം സംസാരിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് ശീലിക്കുന്നത് പോലും ഒരു അറിവിൻ്റെ ഭാഗമാണ്. അത് കേവലം വയറ് നിറയ്ക്കലല്ല, ഒരു കുഞ്ഞിൻ്റെ വയറ് നിറയ്ക്കലല്ല. അതിൻ്റെ ഇടയിൽ കുഞ്ഞും ചില കാര്യങ്ങൾ അറിയുന്നുണ്ട്, അമ്മയും ചില കാര്യങ്ങൾ അറിയുന്നുണ്ട്. എങ്ങനെ കൊടുത്താലാണ് ഈ കുട്ടി കഴിക്കുക, എങ്ങനെ കൊടുത്താൽ കഴിക്കൂല എന്നത് ഈ അമ്മ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ ഏതവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് കഴിക്കാൻ തോന്നുന്നത്, ഏതവസ്ഥയിലാണ് എനിക്ക് കഴിക്കാൻ തോന്നാത്തത്, അവിടെ പോലും അറിവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അറിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബോറടിച്ചിരിക്കുന്ന സമയത്ത് പോലും അറിവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിലും അറിവിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ അറിവ് എന്താണെന്നും അറിവിൽ എന്താണുള്ളത് എന്നും മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലയും അറിവ് കൊണ്ട് സമ്പന്നമാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് മീനിങ് ആയിട്ട് മാറും. ഇന്നലത്തെ റൂമീനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട, തുടക്കത്തിൽ തന്നെ ഞാൻ പ്രതിപാദിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു, നമ്മൾ മീനിങ് ഇല്ലാത്തതിന് മീനിങ് ഉണ്ടാക്കുന്ന, പർപ്പസ് ഇല്ലാത്തതിന് പർപ്പസ് ഉണ്ടാക്കുന്ന, ഭാഷയില്ലാത്തതിന് ഭാഷ കൊടുക്കുന്ന, നിറമില്ലാത്തതിന് വർണ്ണം കൊടുക്കുന്ന, അക്ഷരങ്ങളില്ലാത്തതിന് അക്ഷരം കൊടുക്കുന്ന, അങ്ങനെ ഒന്നും ഇല്ലാത്തതിന് ഉണ്ടാക്കി കൊടുക്കുന്ന, കുൻ ഫയക്കുൻ ആക്കി മാറ്റുന്ന, ഉണ്ടാക്കുന്ന, ഉള്ളതാക്കി മാറ്റുന്ന, ഇല്ലാത്തതിനെ ഉള്ളതാക്കി മാറ്റുന്ന, ദരിദ്രനെ സമ്പന്നനാക്കുന്ന എന്തോ ഒന്ന്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഈ അറിവിൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നിടത്തോളം, ഇൽമിൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നിടത്തോളം, ഏത് ഒന്നുമല്ലാത്ത അവസ്ഥയും നമുക്ക് നിറഞ്ഞ അനുഭൂതിയാക്കി മാറ്റാൻ പറ്റുമ്പോൾ അവരാണ് ആൽക്കെമിസ്റ്റുകൾ, അവരാണ് മജീഷ്യൻസ് എന്ന് പറയുന്നത്. അവർക്ക് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ അറിയുന്നവരാണ്. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തീർക്കാതിരിക്കാം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാലോ, 230-ലേറെ ഗൈഡ് ടോക്കുകളായി, ഇത്രയും ആഴ്ചയൊക്കെ പോരെ ഇവരൊക്കെ മനസ്സിലാക്കി വിട്ട് കളയാൻ, ഏകദേശം കഴിഞ്ഞ് ഗൈഡ് ടോക്കൊന്നും വേണ്ടാന്ന്. എനിക്കൊരിക്കൽ പോലും എനിക്കറിയാവുന്ന, ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ 1% പോലും ഇത്രയും ഗൈഡ് ടോക്ക് എടുത്തിട്ട് പറഞ്ഞു തീർത്തു എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സെഷൻസ് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, ഈ ക്ലാസ്സുകളൊക്കെ യൂട്യൂബ് കൊടുത്തേക്കാൻ പിന്നെ വേറെയുള്ള ക്ലാസ്സിന് ആരെങ്കിലും വരേണ്ട ആവശ്യമുണ്ടോയെന്ന്. ഞാൻ പറയാറുള്ളത്, ഈ ക്ലാസ് 1% പോലും ആയിട്ടില്ല ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ളൂ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് എത്ര കാലം വേണമെങ്കിലും കൊണ്ടുപോകും എന്ന് ഞാൻ പറയാനുള്ള കാര്യം. എത്ര ആഴ്ചകളാണെങ്കിലും നിർത്താതെ തന്നെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു പറയുന്നതും തീർന്നു പോവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. കാരണം ഇവിടെ വന്നിങ്ങനെ പറയും തോറും എനിക്ക് എത്രമാത്രം അറിയാത്തതുണ്ട് എന്ന ബോധ്യത്തിലേക്കാണ് ഓരോ ഗൈഡ് ടോക്ക് എന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അറിയാത്തത് ഒരുപാടുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്, താഴ്മയുള്ളത് കൊണ്ട് അറിയാത്ത അറിവ് നമ്മളിലേക്ക് കടന്നു വരും. ഓൾറെഡി എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ്മാൻ വീട്ടിൽ വന്നിട്ട് ഇന്ന സാധനം വേണം, അത് ഓൾറെഡി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പര് തിരിച്ചു പോകും. ഇതുപോലെയാണ് അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഇതൊക്കെ എനിക്ക് അറിയണതാണ്, അതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ കുറേ സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ട്, ഇത് മറ്റേ മോട്ടിവേഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. നമ്മൾ അറിഞ്ഞിട്ടേയില്ല. നമുക്ക് ഇനിയും ഒരുപാട് അറിയേണ്ടതായിട്ടുണ്ട്. എന്ത് രസമാണ് അറിയുന്തോറും അറിയാത്തവനായി മാറുന്ന ഒരവസ്ഥ എന്നറിയോ? അവൻ ദരിദ്രനാണ് അവൻ്റെ അകത്ത്, പക്ഷെ അവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. അവനാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ. അവന് അറിയൂല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ അവൻ തിരിച്ചറിയുകയാണ്, ഞാനൊരു ദരിദ്രനാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അവൻ അറിയാതെ സമ്പന്നമായ അറിവ് വീണ്ടും 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 വരും. അപ്പോൾ എവിടേക്കാണ് സമ്പത്ത് ഒഴുകുന്നത്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. നമ്മളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്
ദാരിദ്ര്യത്തിൻ്റെ പൊട്ടൻഷ്യലായിരിക്കണം. ദാറ്റ് മീൻസ് നമ്മളിൽ ഒന്നുമില്ല, നമ്മളിൽ 100 കോടി രൂപയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാനിപ്പോഴും ദരിദ്രനാണെന്നുള്ള ബോധ്യത്തിലിരിക്കുമ്പം അവനിലേക്ക് ഇനിയും 100 കോടി വരും, അവനിലേക്ക് ഇനിയും 200 കോടി വരും. നിന്റെ കയ്യിലേക്ക് ഒരു 10 കോടി വരുമ്പോഴേക്ക് തന്നെ തരക്കേടില്ലാത്ത കോലത്തിലേക്ക് ലോകത്തിൽ എത്ര മനുഷ്യന്മാരായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത്രയും മുകളിലാണ് എന്നൊരു ധാരണ വന്നു കഴിഞ്ഞാൽ നീ ഓൾറെഡി ഹയർ പൊട്ടൻഷ്യലിലേക്കാണ്. ഇനി നിന്നിലേക്ക് പുറത്തു നിന്നും ഒരു പൊട്ടൻഷ്യൽ ഫ്ലോ ഓഫ് എനർജി ഉണ്ടാവില്ല എന്നുള്ള. ഇതുപോലെ തന്നെയാണ് അറിവും. എനിക്ക് തരക്കേടില്ലാണ്ടൊക്കെ അറിവുണ്ടായിട്ടുണ്ടെന്നൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ഓൾറെഡി ഹയർ പൊട്ടൻഷ്യലാണ്. ഹയർ പൊട്ടൻഷ്യലിലേക്ക് ഒരു സാധനം ഒഴുകി വരൂല. എന്നാൽ ഞാൻ ഒരുപാട് അറിയുന്നുണ്ട്. ഈ അറിയുന്നതിൽ നിന്നൊക്കെ ഞാൻ വീണ്ടും 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 ലോവർ പൊട്ടൻഷ്യൽ എന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അറിവ് എന്നെ താഴ്ത്തി കളയുന്നുണ്ടെങ്കിൽ, ആ താഴ്മയുടെ തലത്തിലേക്ക് അറിവ് എന്നെ എത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന തലത്തിലുള്ള അറിവിന് ഒഴുകിയെത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഫോഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉയർന്ന തലത്തിലുള്ളതിനെ വലിച്ച് ഇങ്ങോട്ട് എത്തിക്കാനുള്ള തരത്തിലാണ് നമ്മൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ രൂപേണയാകണം നമ്മുടെ മനോഭാവം. കണ്ടംപ്ലേഷൻ മനസ്സിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയില്ല. സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഗൈഡഡ് കോഡൊക്കെ കഴിഞ്ഞു പോയി എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ട്. ഇല്ലാത്തവരാണ് കൂടുതലാണ് ഖേദകരമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു യാത്രയാണ്, നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ യാത്രയിൽ നമ്മൾ വീണ്ടും 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 നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ ആഴ്ചയിലും നമ്മൾ നമ്മളെ പുതുക്കി അറിഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ചില ഈ കണ്ടംപ്ലേഷൻ്റെ രഹസ്യം അറിയുന്ന മാസ്റ്റേഴ്സിനെ പറ്റി പറയുന്നത് ഒരു ദിവസം തന്നെ അവർ 100 തവണ അവരെ പുതുക്കും എന്നാണ്. അവരവരെ 100 തലത്തിൽ അവർ ഒരു ദിവസം തന്നെ മനസ്സിലാക്കി മാറിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരാളെ അറിഞ്ഞിട്ട് പറയാണ്, നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാണ് എനിക്ക് അവരെ അറിയാം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പൊട്ടത്തരമാണ്. ഇന്ന് അറിഞ്ഞതുപോലെയല്ല അവർ നാളെ. ഇപ്പം ഒരു 30 ഗൈഡ് ടോക്ക് മുന്നേ കേട്ട ഒരാളും ഇപ്പം ഇവിടെ വന്ന് കേൾക്കുന്ന ആളും, 30 ഗൈഡ് ടോക്ക് മുന്നേ കേട്ട ഞാനും ഇപ്പം കേൾക്കുന്ന ഞാനും വ്യത്യാസമാണ്. അന്ന് ഞാൻ പറഞ്ഞ വിസ്ഡവും ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിസ്ഡത്തിലും ഒരുപാട് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം എന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. റൂമി പറയുന്നുണ്ട്, ഇന്നലെ കണ്ടത് കൊണ്ട് എന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഞാനില്ല, അത് കഴിഞ്ഞു. ഞാൻ ഇന്ന് പുതിയതാണ്, നാളെ ഞാൻ പുതിയതാണ് എന്നതുകൊണ്ട് ഇന്ന് എന്നെ കണ്ടു എന്നതുകൊണ്ട് എന്നെ കണ്ടു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എന്നിലേക്ക് എത്തുന്ന അറിവ് എന്നെ പുനർജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ഓരോ ഗൈഡ് ടോക്കിനെയും നിങ്ങൾ അങ്ങനെയാണ് സമീപിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച വന്ന ഗൈഡ്, അതിൻ്റെ മുന്നേ ആഴ്ച വന്ന ഗൈഡ് അല്ല. ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഓരോ അറിവുമായിട്ട് സംവദിക്കുന്ന ഘട്ടത്തിലും നമ്മളിങ്ങനെ പുതിയതായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സംഭവിക്കുമ്പോൾ തന്നെയാണ് ഒരു അറിവിനെ തന്നെ ആയിരക്കണക്കിന് തലത്തിൽ നമുക്ക് പ്രതിപാദിപ്പിക്കാൻ പറ്റാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോട്ടുകളിൽ ഒരു കോട്ടാണ് ബ്രൂസ്ലി പറഞ്ഞിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു കോട്ട് തന്നെയാണ്. 1000 അടവുകൾ പഠിച്ചവൻ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരു അടവ് 1000 രീതിയിൽ പരിശീലിച്ചവൻ എനിക്ക് ഭയമാണ്. തീർച്ചയായിട്ടും ആയിരക്കണക്കിന് വിസ്ഡംസിനെ അല്ല നമ്മൾ സംഭവമായി കാണുന്നത്. ഒരു വിസ്ഡത്തെ തന്നെ 1000 തലത്തിൽ പ്രതിപാദിപ്പിക്കാൻ സാധിപ്പിക്കുന്നവൻ അവന് വല്ലാത്ത ശക്തിയുള്ളവനാണ്. അവൻ്റെ കെൽപ്പ് അത്രമാത്രം ഉയർന്നതാണ്. കാരണം അതിനെ പല രീതിയിൽ പ്രകടിപ്പിക്കാൻ അവൻ ശീലിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മാസ്റ്ററാണ് നമ്മൾ അറിയേണ്ടത്. ഒറ്റ ദൈവത്തെ തന്നെ പല രീതിയിൽ ഈ ലോകത്ത് നോക്കി കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒറ്റ ദൈവം തന്നെ, ഏകശക്തി തന്നെ, ആ സുപ്രീം ഫോഴ്സ് തന്നെ, അതിനെ തന്നെ എത്ര കോടാനുകോടി രീതികളിലാണ് ദൈവം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോടാനുകോടി രീതികളിലൂടെയും ഒറ്റ ദൈവത്തെ തന്നെ കാണാൻ പറ്റുന്ന ഹൃദയമുള്ളവൻ, കണ്ണുള്ളവൻ, അവനാണ് ശരിക്ക് കാണൽ പരിശീലിച്ചവൻ, അവനാണ് ശരിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവൻ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചയിലേക്കും കേൾവിയിലേക്കും ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലും ഒക്കെ നയിക്കുന്ന ഒരു മാജിക്കലായിട്ടുള്ള ശീലമാണ് കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കേട്ടു ഇരിക്കൂ, ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടംപ്ലേഷനിലാണ്. ഓരോ ഗൈഡ് ടോക്കും ഞാൻ പറഞ്ഞ കണ്ണു തുറന്നുള്ള ധ്യാനമാണെന്നാണ് ഞാൻ പറയാറുള്ളത്. ഇത് കേവലം മനസ്സിനോ കോശങ്ങൾക്കോ ശരീരത്തിനോ മാത്രമുള്ളതല്ല. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചലനം ഉണ്ടാക്കുന്ന, ഉണർവുണ്ടാക്കുന്ന, ഒഴുക്കുണ്ടാക്കുന്ന, ശമനമുണ്ടാക്കുന്ന ഒരു തലത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് ഗൈഡഡ് ടോക്കുകൾ. പക്ഷെ ആ ഗൈഡഡ് ടോക്കുകളെ നമ്മൾ കേവലം എനിക്ക് ഈ ആഴ്ച ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ, എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലേക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇലയിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് ഇങ്ങനെ മരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇലയിൽ നിറഞ്ഞിരിക്കുന്ന, ഇല തൊടുമ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, കൊമ്പ് തൊടുമ്പോൾ കുറച്ചുകൂടി ഹാർഡായിരിക്കും, എന്നാൽ അതിൻ്റെ ട്രങ്ക് തൊട്ടൊക്കെ നല്ല ഹാർഡായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതിലൊക്കെ
ഈ വിത്തിൻ്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. വിത്തിന് ട്രങ്കിലെത്തുമ്പോൾ ഇത്ര സ്ട്രോങ് ആകാൻ പറ്റുന്നു, വിത്തിന് ഇലയിലെത്തുമ്പോൾ ഇത്ര മൃദുലമാകാൻ വേണ്ടി പറ്റുന്നു, അതിനേക്കാളും വിത്ത് സോഫ്റ്റായി മാറുന്നു പൂവിലേക്ക് എത്തുന്ന സമയത്ത്. ഇങ്ങനെ ഒന്നിനെ തന്നെ പല ഭാവേണ പല രൂപേണ ആസ്വദിക്കാൻ പറ്റുമ്പം വിത്തല്ലാതെ മറ്റെന്താണ് വേരായി മാറിയത്, വിത്തല്ലാതെ മറ്റെന്താണ് ഇലയായി മാറിയത് എന്ന് ചോദിക്കുന്നത് പോലെ സ്നേഹമല്ലാതെ വെളിച്ചമല്ലാതെ എന്താണ് ഈ അനുഭവങ്ങളൊക്കെ മാറിയത്, ഈ തലോടലായി മാറിയത്, ഈ തല്ലലായി മാറിയത്, ഈ നിരാശയായി മാറിയത്, ഈ ഒറ്റപ്പെടലായി മാറിയത്, ഈ വേദനയായി മാറിയത്, ഈ സന്തോഷമായി മാറിയത്, ഇതെല്ലാം ഒറ്റ മനസ്സിൻ്റെ അനുഭവം തന്നെയാണ്, ഒറ്റ പ്രകാശത്തിൻ്റെ അനുഭവം തന്നെയാണ്. ആത്മാവെന്ന വിത്താകുന്ന പ്രകാശം ഈ മണ്ണാകുന്ന ശരീരത്തിൽ പ്രവേശിച്ചത് മുതൽ ആത്മാവെന്ന വിത്ത് ഈ ശരീരമാകുന്ന മണ്ണിൽ മുളച്ചപ്പോൾ, മുള പൊട്ടിയപ്പോഴാണ് ശരിക്കും കാഴ്ചയുണ്ടായത്, കേൾവി ഉണ്ടായത്. അപ്പം വിത്തിനെ ഇലയിലും കൊമ്പിലും ഒക്കെ ആസ്വദിക്കുന്നത് പോലെ ആത്മാവെന്ന വിത്തിൻ്റെ അനുഭവം അല്ലാതെ മറ്റെന്താണ് കാഴ്ചയായി നീ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേൾവിയായി നീ കേട്ടോണ്ടിരിക്കുന്നത്, ഹൃദയത്തിൻ്റെ ബീറ്റായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശരീരത്തിൻ്റെ ചലനമായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമല്ല. ചലനത്തിലും കാഴ്ചയിലും കേൾവിയിലും ചിന്തയിലും അനുഭവങ്ങളാകുന്ന സങ്കടത്തിലും വേദനയിലും ഒക്കെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവുണ്ട്. ആത്മാവ് നിനക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് വേദനയായിട്ടും ഞാൻ അനുഭവിക്കുന്നു, സന്തോഷമായിട്ടും ഞാൻ അനുഭവിക്കുന്നു, നിരാശയായിട്ടും ഞാൻ അനുഭവിക്കുന്നു, ഒറ്റപ്പെടലായിട്ടും ഞാൻ അനുഭവിക്കുന്നു, ബോറടിക്കലായിട്ടും ഞാൻ അനുഭവിക്കുന്നു. ഇങ്ങനെ ഒന്നിൻ്റെ അനുഭവം തന്നെ പല രീതിയിൽ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കല്ലേ, അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ എന്നല്ലാണ്ട് മറ്റെന്താണ്. അതുകൊണ്ടാണ് സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് വേദനപ്പെട്ട് വല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെയാ ചിന്തിക്കുക, ഏറിപ്പോയാൽ മരിക്കൊന്നുമില്ലല്ലോ. ദാറ്റ് മീൻസ് ജീവൻ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ദാറ്റ് മീൻസ് ഏറിപ്പോയാൽ ഈ ആത്മാവ് വിട്ടുപോകുന്നില്ലല്ലോ, അതിനോളം ഒന്നും എത്തൂലല്ലോ. ദാറ്റ് മീൻസ് അപ്പോഴും ജീവൻ ഉണ്ടാവല്ലോ. നാണക്കേട് സംഭവിച്ചാൽ, അപമാനം ഉണ്ടായാലും, കടം കയറി എന്ത് തന്നെ സംഭവിച്ചാലും ജീവൻ അപ്പോഴും ബാക്കി ഉണ്ടാവല്ലോ. ദാറ്റ് മീൻസ് ആത്മാവ് അപ്പോഴും രുചിക്കാൻ വേണ്ടി പറ്റുമല്ലോ. നമ്മളറിയാതെ നമ്മൾ അതിൻ്റെ എൻഡിൽ പോയി കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, ആത്മാവിൻ്റെ അനുഭവം അല്ലാതെ മറ്റൊന്നുമില്ലാന്ന്. അപ്പോൾ അറിവിനെ അനുഭവിക്കലാണ് കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. അറിവെന്ന അനുഭൂതിയിലൂടെ ആത്മാവിനെ രുചിക്കലാണ് ഈ പറയുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കണ്ടംപ്ലേഷൻ നമുക്ക് സംഭവിക്കണം. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഗൈഡഡ് ടോക്ക് എന്തിന് എന്ന് തന്നെ ഒരു 100ഓളം ടോക്സ് നടത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഗൈഡഡ് ടോക്ക് എന്തിനെന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്ക് തന്നെ ഗൈഡഡ് ടോക്കിൽ ടോപ്പിക് ഒന്നും എടുക്കാതെ തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ചലനങ്ങൾ സംഭവിക്കുന്നുണ്ടാവുന്നില്ല. അതുകൊണ്ട് തുടരുക. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. നാളെയാണ് നമ്മളുടെ ഗൈഡഡ് കോഡ് നെക്സ്റ്റ് മന്തിലെ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ ഗൈഡഡ് കോഡ് ചെയ്യാത്തവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പറയുന്ന വിസ്ഡത്തിൻ്റെ ഒക്കെ ഒരു ആഴത്തിൻ്റെ 1ാം ഘട്ടം സ്പർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗൈഡഡ് കോഡിലൂടെ പോയി നമ്മളെ റീപ്രോഗ്രാമിങ്ങിലൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് തലവെച്ചൊന്ന് വന്നാൽ നമ്മുടെ ഹൃദയത്തിലെ ചില സാധനങ്ങളൊക്കെ പൊട്ടും, ഒന്ന് എക്സ്പാൻഷൻ സംഭവിക്കും. അതിനുശേഷം GTയിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. പിന്നെ അതിന് മുകളിലുള്ള ഓരോന്നും ചെയ്യുമ്പോഴും അത് വേറെ വേറെ അനുഭൂതികളാണ്. അപ്പോൾ നാളെ തന്നെ നമ്മുടെ ഗൈഡഡ് കോഡും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈഡഡ് കോഡ് ചെയ്തവർക്കുള്ള പ്രോഗ്രാമാണ് മാനിഫെസ്റ്റേഷൻ കോഡ് എന്നുള്ളത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ സീക്രട്സ് പഠിക്കുന്ന അതിൻ്റെ മിത്തുകളൊക്കെ റെക്ടിഫൈ ചെയ്യുന്ന പ്രോഗ്രാമാണ് മാനിഫെസ്റ്റേഷൻ കോഡ്. GC ചെയ്തവർക്കുള്ള ലെവൽ 2 എന്നാണ് നമ്മൾ പറയില്ല. അതും ആക്ച്വലി നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പ്രോഗ്രാംസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ അതെന്തായാലും ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. GC എപ്പോഴും നമ്മൾ ഹൈലി റെക്കമെൻഡഡ് ആയിട്ട് പറഞ്ഞാണ്. ഗൈഡഡ് ജേർണിയിലേക്കുള്ള എൻട്രിയാണ് GC എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ മുന്നേ അറിയാമെന്ന് പറഞ്ഞാലും ഇതുപോലെ കണ്ടംപ്ലേറ്റീവ് മോഡിൽ അറിയണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് പൊടി തട്ടിയെടുക്കാൻ തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഗൈഡഡ് കോഡ് അതിലൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാനുള്ള കാരണം അറിയുക എന്നതല്ല, അറിയേണ്ടതുപോലെ അറിഞ്ഞു തുടങ്ങണമെങ്കിൽ നമ്മൾ അറിഞ്ഞതിലൂടെ വീണ്ടും ഒന്നുകൂടെ സഞ്ചരിക്കണം. ആ സഞ്ചരിക്കാനുള്ള വ്യക്തമായിട്ടുള്ള പാത വെട്ടി തെളിക്കലാണ് ഗൈഡഡ് കോഡിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും GC ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വുഡ് ബി ബെറ്റർ ഡൂയിങ് ദ GC. നെക്സ്റ്റ് സൺഡേ വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.